കണ്ണൂർ ആറളം ഫാമിലെ ആനമതൽ നിർമ്മാണത്തിൽ നിന്ന് കരാറുകാരനെ ഒഴിവാക്കാൻ തീരുമാനം. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. നിശ്ചയിച്ച സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്നും കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി നിഖിൽ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, പലവിധത്തിലുള്ള നടപടികൾ പരീക്ഷിച്ചിട്ടും ആറളം ഫാമിലേക്കുള്ള കാട്ടാനയുടെ ശല്യം നിയന്ത്രിക്കാൻ ആയിരുന്നില്ല. ഈ ആനമതിലും എത്രത്തോളം പ്രായോഗികമെന്ന് വനംവകുപ്പിന് തന്നെ നിശ്ചയമില്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ബിനിൽ, ഏതായാലും ഉദ്യോഗസ്ഥർ നൽകിയ സമയപരിധിയിൽ നിർമ്മാണം പൂർത്തിയാക്കില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിർമ്മാണം മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലുമാണ് ഈ കരാറുകാരനെ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ഔദ്യോഗികമായ നോട്ടീസ് കരാറുകാരന് കൈമാറുകയും ചെയ്യും. ഏതായാലും ആനമതിൽ നിർമ്മാണം എന്ന ആറളം ഫാമിലെ ഏറെ കാലമായുള്ള ആഗ്രഹം അത് ഈ ഒരു മഴക്കാലത്തും എന്തായാലും പൂർത്തിയാകില്ല എന്ന് ഇതോടുകൂടി ഉറപ്പാവുകയാണ്. ഇനി പുതിയ കരാറുകാരനെ പുതിയ ടെൻഡർ പ്രകാരം കണ്ടെത്തേണ്ടതുണ്ട്. അതൊക്കെ സമയമെടുക്കുന്ന പ്രക്രിയയാണ്. ആ നിലയ്ക്കാണ് അത് മുന്നോട്ട് പോവുക എന്നുള്ളതും വ്യക്തമാകുന്നു. ഏതായാലും നേരത്തെ 53 കോടി രൂപയ്ക്ക് മറ്റൊരു കമ്പനിക്ക് കരാർ നൽകാനിരുന്ന പദ്ധതിയാണ്. അത് പിന്നീട് നീണ്ടു പോവുകയായിരുന്നു. രണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 2 പേരെ ആന ചവിട്ടിക്കൊന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആറളത്ത് നടക്കുകയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആറളം ഫാമിനകത്തെ ഈ ആന പ്രവേശിക്കുന്നത് തടയാനുള്ള ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ പറഞ്ഞ നിലയിൽ ഒന്നും തന്നെ പ്രവൃത്തി മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും 4 കിലോമീറ്ററിനപ്പുറത്തേക്ക് ആനമതിലിന്റെ നിർമ്മാണം ഈ ഘട്ടത്തിലും എത്തിയിട്ടില്ല. ഇതൊക്കെ പരിഗണിച്ചാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം. വ്യക്തമാണ്.